ഹെയർ ഗ്രോത്ത് കുറച്ചത് ഈ ഒരു ടിപ്സ് വെച്ചിട്ടാണ്. ഇപ്പം നന്നായിട്ട് നമുക്ക് എപ്പോഴും ഇവിടെ നല്ല കറുത്ത ഹെയർ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ തേച്ച് കൊടുക്കുന്ന അനുസരിച്ച് അതിൻ്റെ ഗ്രോത്ത് കുറയുന്നുണ്ട് നമുക്ക്. പക്ഷേ സ്കിന്നിന് വേറൊരു അലർജിയോ കാര്യങ്ങളോ എനിക്ക് കണ്ടിട്ടില്ല. ചിലർക്ക് നമ്മുടെ ഈ കവിളിൻ്റെ ഭാഗത്തും നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ജെൻസിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത്ര ഉള്ള ഭാഗത്ത് തേക്കുക, ഇങ്ങോട്ടൊന്നും കയറ്റി തേക്കണ്ട. അവിടെയൊക്കെ നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നും കാര്യങ്ങളും ഒക്കെയാണ്. അവിടെ പോകാനായിട്ട് ഉള്ള റെമഡി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കൂടുതൽ ഈ ഹെയർ ഗ്രോത്ത് ഇവിടെയാണ് കാണുന്നത്. പിന്നെ നമ്മൾ നെറ്റിയുടെ ഈ മേളിലും ഉണ്ടാവും. ഈ നെറ്റിയുടെ ഈ ഭാഗങ്ങളിൽ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. അവിടെ ഇങ്ങനെ തേച്ച് വെക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് വാഷ് ചെയ്ത് കളയാം, അത്രേ ഉള്ളൂ. അപ്പം എനിക്കെന്ന് പറയുമ്പോൾ തലയിൽ നല്ല ഹെയർ ഗ്രോത്ത് ഉള്ള ഒരാളാണ്, മുടി വെട്ടിക്കളഞ്ഞേക്കുന്നതാണ്. അപ്പം നമുക്ക് പൊതുവെ എനിക്ക് ഹെയർ ഗ്രോത്ത് കുറച്ചത് ഈ ഒരു ടിപ്സ് വെച്ചിട്ടാണ്. ഇപ്പം നന്നായിട്ട് നമുക്ക് എപ്പോഴും ഇവിടെ നല്ല കറുത്ത ഹെയർ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ തേച്ച് കൊടുക്കുന്ന അനുസരിച്ച് അതിൻ്റെ ഗ്രോത്ത് കുറയുന്നുണ്ട് നമുക്ക്. പക്ഷേ സ്കിന്നിന് വേറൊരു അലർജിയോ കാര്യങ്ങളോ എനിക്ക് കണ്ടിട്ടില്ല. പക്ഷെ സ്കിന്നിന് അലർജിയോ കാര്യങ്ങളോ ഉള്ളവർ ആദ്യം നമ്മുടെ കഴുത്തിൻ്റെ ഈ ഭാഗം ഒന്ന് കുറച്ച് നേരം ഒന്ന് തേച്ച് വെച്ച് നോക്കുക. അവിടെ ചൊറിച്ചിലോ അല്ല നല്ല ഒരു ചുമന്ന് തടിക്കലോ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് യൂസ് ചെയ്യരുത്. എപ്പോഴും നമ്മുടെ സ്കിന്നിന് ഇത് ചേരുന്ന ഏത് ക്രീമോ എന്ത് കാര്യം യൂസ് ചെയ്യുമ്പോൾ ചേരുന്നെന്ന് നോക്കുന്ന ഒന്ന് നമ്മുടെ കൈത്തണ്ടയിൽ ഇങ്ങനെ ഇച്ചിരി നേരം തേച്ച് വെച്ച് നോക്കുക. ഒരു 5-10 മിനിറ്റ്. ഇറിറ്റേഷൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അല്ല നമ്മുടെ കവിളിൻ്റെ ഈ ചെവിയുടെ ഈ ഭാഗത്ത് നമ്മളിതൊന്ന് കറക്റ്റ് ചെയ്തേണ്ടതാണ്. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഹെയർ ഗ്രോത്ത് പൊതുവെ കൂടുതലാണ്. അത് നമ്മുടെ ഫുഡിൻ്റെ രീതിക്കുണ്ട്. പിന്നെ PCOD പീരിയോഡിക്കൽ ഇഷ്യൂ അങ്ങനെയുള്ളപ്പോഴാണ് ലേഡീസിന് പൊതുവെ ഹെയർ ഗ്രോത്ത് കൂടുന്നത്. അപ്പം നമുക്ക് അത് മാറ്റാനായിട്ട് സാധാരണ നാച്ചുറൽ റെമഡിയൊക്കെ ഉണ്ട്. അതെന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴേ നമുക്കത് പറ്റുള്ളൂ. അതിന് പെട്ടെന്നൊരു എഫക്റ്റ് കിട്ടില്ല. അല്ലെ നമ്മൾ അതിന് ലേസർ നോക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഹെയർ ഗ്രോത്ത് കളയാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഫെം എന്ന് പറഞ്ഞൊരു കാര്യം യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഒരു ക്രീമാണിത്. അപ്പം ഇതൊന്നും നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു കാര്യം പൊതുവെ കളയാറില്ല. അന്നേരത്തെ ഒരു ഇത് മാത്രമേ കിട്ടുള്ളൂ. അപ്പം ഇടയ്ക്കൊരു വീഡിയോയിൽ അതെങ്ങനെ ചെയ്യുന്നത്, അതിൻ്റെ സൈഡ് എഫക്റ്റ് ഇല്ലാതെ ചെയ്യുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതൊരു 10 ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും ഹെയർ ഗ്രോത്ത് കൂടും. പെട്ടെന്നൊക്കെ ചെയ്യാനുള്ള ഒരു എഫക്റ്റ് അതിനുള്ളൂ. ഷാമ്പൂവിനോടൊപ്പം നമുക്ക് കണ്ടീഷണർ എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും നമ്മൾ തലമുടിക്ക്. അപ്പോൾ തലമുടിയിൽ ഒരിക്കലും നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യാറില്ല. തലയോട്ടിയിൽ മുടി പൊഴിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു സംഭവമായിട്ട് ഇത് നമുക്ക് പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് കളയാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. വൈകുന്നേരം വന്നിട്ട് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഡോട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇപ്പം നമുക്ക് ഹെയർ ഗ്രോത്ത് കൂടുതൽ അപ്പർ ലിപ്പാണ്. അപ്പോൾ ഇവിടെ അപ്പർ ലിപ്പ് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ലൈറ്റായിട്ട് തേച്ചാൽ മതി. പിന്നെ അവിടെ മസാജ് ഒന്നും ചെയ്യണ്ട. അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കഴുത്തിൻ്റെ അടിയാണ്. ഈ ഭാഗത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ചിലർക്ക് നമ്മുടെ ഈ കവിളിൻ്റെ ഭാഗത്തും നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ജെൻസിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത്ര ഉള്ള ഭാഗത്ത് തേക്കുക, ഇങ്ങോട്ടൊന്നും കയറ്റി തേക്കണ്ട. അവിടെയൊക്കെ നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നും കാര്യങ്ങളും ഒക്കെയാണ്. അവിടെ പോകാനായിട്ട് ഉള്ള റെമഡി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കൂടുതൽ ഈ ഹെയർ ഗ്രോത്ത് ഇവിടെയാണ് കാണുന്നത്. പിന്നെ നമ്മൾ നെറ്റിയുടെ ഈ മേളിലും ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ഫേസ് ഒന്ന് സാധാ നോർമൽ വാട്ടറിൽ കഴുകണം. തണുത്ത വെള്ളത്തിൽ, ചൂടുവെള്ളം ഒന്നും യൂസ് ചെയ്യരുത്. പിന്നെ സോപ്പ് യൂസ് ചെയ്യരുത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്ക് പാൽപ്പൊടി എടുക്കുക. പാൽപ്പൊടിയിൽ നാരങ്ങ നീര് മിക്സ് ചെയ്യുക. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണാം. നമുക്ക് പാൽപ്പൊടി കുറച്ചൊന്ന് ഇട്ട് വെക്കുക. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് നാരങ്ങ നീരും ഇച്ചിരി വെള്ളം കൂടെ ചേർത്താണ് മിക്സ് ചെയ്യുന്നത്. നാരങ്ങ നീര് ഒഴിക്കാം. ഒന്നും വരില്ല. നമ്മൾ നാരങ്ങയുടെ കുറച്ചൊന്ന് പിഴിയുക. കുറച്ച് തുള്ളി ഒഴിച്ചാൽ മതിയാവും. അത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നാരങ്ങാ നീരെന്ന് പറയുമ്പോൾ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല, സ്കിന്നിന് നല്ലതാണ്. പിന്നെ പാലിൻ്റെ അത് നല്ല വൈറ്റമിൻസ് ഉണ്ട്. അപ്പം നമ്മൾ പറ്റുന്ന ദിവസങ്ങളിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇതും ഒരു മാസ്കായിട്ട് ഫേസിൽ ഇടേണ്ടതാണ്. ഇനി അപ്പോൾ ഒരു 5 മിനിറ്റോളമായി ഞാനിപ്പോൾ നമ്മുടെ കണ്ടീഷണർ ഫേസിൽ തേച്ചിട്ട് ഇനി അതൊന്ന് റിമൂവ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫേസ് ഒന്ന് കഴുകി. അപ്പോൾ കഴുകുമ്പം നമ്മൾ സോപ്പ് പോലെ ഫേസ് വാഷ് പോലെയല്ല, ഇതിന് ഇച്ചിരി ഒരു കൊഴുപ്പ് കൂടുതലുണ്ടാവും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് അത് ഉരയ്ക്കാതെ ഒന്ന് കഴുകുക. എന്നിട്ട് സ്കിന്നിന് ഒട്ടലുണ്ടോ എന്ന് നോക്കുക. ഒട്ടലില്ലെങ്കിൽ അത് പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ വാട്ടർ കഴുകിയിട്ട് ഒന്നുകൂടി ഒന്ന് ഫേസ് ടിഷ്യൂ വെച്ചൊന്ന് തൂത്ത് കളയുക. നമ്മൾ എവിടെയൊക്കെ തേച്ചോ അവിടെയെല്ലാം തൂത്ത് കളയുക. അപ്പോൾ നമ്മളിതിങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് തന്നെയാണെന്ന് പറഞ്ഞാൽ ഇതിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ സാധാ വാട്ടറിൽ കഴുകി കളയുക. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടതിൻ്റെ ഒരു എഫക്റ്റാണ് ഉണ്ടാകുന്ന സ്കിന്നിന്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് നാരങ്ങാനീരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വരുമ്പം 1-2 ദിവസം ചെയ്ത് കൊടുക്കുക. പിന്നെ മസ്റ്റായിട്ടും ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മോയ്സ്ചറൈസർ ഇട്ട് മുഖം ഒന്ന് സെറ്റാക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവായൊരു ടിപ്പാണ്. താങ്ക് യു.
നമ്മളിവിടെ പാലിൻ്റെ മാസ്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഫേസിൽ ഫുള്ളൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പം ഇത് ഇങ്ങനെ ഫേസിൽ നമ്മുടെ അപ്പർ ലിപ്പ് മുഖം മുഴുവൻ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക.